അയ്യേ വല്ല വയ്യായ്ക ഉണ്ടോ? സൗണ്ട് എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഉറപ്പായിരുന്നോ? അതാണോ? ഇല്ല, ഉറങ്ങല്ലായിരുന്നു. ഞാനൊരു ക്ലാസ് മിസ്സായി. റെക്കോർഡ് ക്ലാസ് കാണായിരുന്നു കുറച്ചു മുന്നേ. അത് ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? പറഞ്ഞോളൂ, എന്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു? ഡു യു റിമെമ്പർ? റെസിപ്രോക്കല്, പിന്നെ എന്ത് പ്രോനൗൺ? റിലേറ്റീവ് അല്ലേ? റിലേറ്റീവ് അല്ലേ എടുത്തത്? ഇൻട്രോഗേറ്റീവ് എടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇത് കാണിക്കുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സ്ലൈറ്റ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണം. എന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഞാൻ വിളിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഞാൻ വിളിക്കുമ്പോ എല്ലാവരും ആരെങ്കിലും അല്ലേ പേര് വിളിക്കുമ്പോ അവര് അൺമ്യൂട്ട് ചെയ്തിട്ട് അതിന് ഉത്തരം പറയാട്ടോ. മേഘന അല്ലേ? ഫാത്തിമ, വന്ദന, ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടോ? എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് ഓക്കെ തുടങ്ങാം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഇപ്പൊ എല്ലാവരും? അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? നോ മാം, കാണുന്നില്ല. ഇല്ല. ഓക്കെ. മാം പോയോ? കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ടോ?
യെസ് മാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ക്ലാസ്സിന്റെ സമയത്ത് എന്ത് ചെയ്യണം? മൈക്രോഫോൺസ് മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല അനുസരണമുള്ള കുട്ടികളാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങള് എത്ര വയസ്സിന് മുതിർന്നതായിക്കോട്ടെ, നിങ്ങൾ ആരാണ്? ഇപ്പോഴെന്റെ മുന്നില് എത്ര വയസ്സുണ്ട് നിങ്ങൾക്കിപ്പോ? എത്ര ഏജ് ആവുള്ളത് ഈ ക്ലാസ്സില് ഇരിക്കുമ്പോ? 13 15. അതെല്ലേ, എത്രയോ വയസ്സ് കുറഞ്ഞു കിട്ടിയല്ലേ നിങ്ങളുടെ? സന്തോഷായില്ലേ എല്ലാവർക്കും? ഒരു 10 വയസ്സ് അല്ലേ? 10 വയസ്സൊക്കെ കുറഞ്ഞിട്ടില്ല, 15 വയസ്സൊക്കെ കുറഞ്ഞിട്ടില്ലേ? ഇല്ലേ? അതിൽ കൂടുതൽ കുറഞ്ഞിട്ടിയവരൊക്കെ ഉണ്ടാവും. ഓക്കെ, എനിക്ക് 15 പറഞ്ഞിട്ടുള്ളൂ. ആർക്കാ 15? 15 അല്ല, 5 പറഞ്ഞിട്ടുള്ളൂ. 5 കുറഞ്ഞിട്ടുള്ള? അത് ശരി, 5 കുറഞ്ഞിട്ടുള്ള അല്ലേ? ഓക്കെ, നന്നായിരിക്കട്ടെ. അപ്പൊ 5 കുറഞ്ഞപ്പോ വേഗം. അപ്പൊ 18 വയസ്സായിട്ടുള്ളൂ എന്നാ പറഞ്ഞേനെ അല്ലേ ഇപ്പോ? അല്ലേ, 18 വയസ്സല്ലേ ഇപ്പോ? ആണോ? ഞാൻ ക്ലാസ് തുടങ്ങിക്കോട്ടെ എന്നാല്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് റെസിപ്രോക്കൽ പ്രോനൗണിനെ കുറിച്ചും ഇന്ററോഗേറ്റീവ് പ്രോനൗണിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു. ഇനി ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? പറയണോ? വേണോ എന്നുള്ളവര് പറയുക, പറയണം അല്ലെ? ഈ റെസിപ്രോക്കൽ അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക, എന്നാലാണ് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ക്ലാസ് അവർക്ക് നന്നായിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഓരോരുത്തർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്. റെസിപ്രോക്കൽ പ്രോനൗൺസ്. റെസിപ്രോക്കൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് അല്ലെ? ദാറ്റ് ഷോസ് ദ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധങ്ങളെ കാണിക്കുന്നതാണ് റെസിപ്രോക്കൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കൽ പ്രോനൗൺസില് ഏതൊക്കെയാണ് നമ്മൾ ഈച്ച് അതറും വൺ അനദറുമാണ് ഉപയോഗിച്ചത്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? ഈച്ച് അതർ ആൻഡ് വൺ അതർ അല്ലെ? വൺ അനദർ അല്ലെ? അപ്പോ ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താണ്? അന്യോന്യം. വൺ അനദർ എന്ന് വെച്ചാല് പരസ്പരം. ഇപ്പൊ തമ്മിൽ ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈച്ച് അതർ ഉപയോഗിക്കേണ്ടത്? യൂസ്ഡ് ഫോർ ടു. 2 പേരാണെങ്കില് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈച്ച് അതർ നമുക്ക് ഉപയോഗിക്കാം. വൺ അനദർ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു. മനസ്സിലായോ? യൂസ്ഡ് ഫോർ മോർ ദാൻ ടു അല്ലെ? 2ൽ കൂടുതൽ പേരുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വൺ അനദർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ എല്ലാവരും? എന്നുവെച്ചാൽ ഞാനിവിടെ സ്ലേറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്താൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമോജീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെ മെസ്സേജസോ ആണെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇഫ് അൻവർ, ജയശ്രീ, മനസ്സിലായി? ജയശ്രീ
ജയശ്രീ മനസ്സിലായോ? മാം ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. ഞാൻ ലെഫ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. കേട്ടില്ല ഞാൻ ക്ലാസ്. മേഘ്ന, മേഘ്ന, ഫാത്തിമ, അൻവർ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട് അല്ലെ? എന്റെ അപ്പൊ പേര് ശാലിനി റിസാന എന്നാട്ടോ. റിസാന എന്നല്ലേ? അൻവർ എന്നല്ല അല്ലെ? അന്നാസിന്റെ മെലഡിയാണ്. ഇടക്കിടക്കൊക്കെ എന്നെ ഓർമ്മിക്കണോട്ടോ, ഞാൻ മറന്നു കേട്ടോ. ഓക്കെ. ആർച്ച അല്ലേ? എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് അല്ലേ ഇത്? ലാസ്റ്റ് ക്ലാസ്സില് എടുത്ത ടോപ്പിക് അല്ലേ റെസിപ്രോക്കല്? റെസിപ്രോക്കല്. അപ്പോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എടുത്തതാണ് കേട്ടോ. ഓക്കെ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പോർഷൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് മറ്റേ ഇതിലേക്ക് പോകാം കേട്ടോ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ പറയുകയാണ്, ഞാൻ എപ്പോഴെപ്പോഴും പറയാണ്, ഞാൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ മതി, അല്ലാത്തപ്പോ നിങ്ങള് മ്യൂട്ട് ചെയ്യുക. ഞാനിവിടെ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ നല്ലതല്ലേ? നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. We should all love. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും എന്താ ചെയ്യേണ്ടത്? പരസ്പരം സ്നേഹിക്കണം അല്ലെ? അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുള്ളത്, ബി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? ഈച്ച് അതർ ചേർക്കോ? വൺ അനദർ ചേർക്കോ? വൺ അനദർ ചേർക്കണം അല്ലെ? ഇവിടെ ആൻസർ വൺ അനദർ ആണ്. The couple spoke to. കപ്പിൾ എന്ന് പറയുമ്പോ എത്ര പേരുണ്ട്? അല്ലെ? 2 പേരുണ്ട്. അപ്പൊ നമ്മള് ഈച്ച് അതർ ചേർക്കോ? വൺ അനദർ ചേർക്കോ? ഈച്ച് അതർ. 2 പേരുള്ളതുകൊണ്ട് ഈച്ച് അതർ ചേർക്കാം അല്ലെ? ഇവിടെ എന്താർക്കും? എത്ര പേരുണ്ട്? നൗഷിദ, ഇവിടെ എത്ര പേരുണ്ട്? നൗഷിദ, ഈ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരെ കാണാൻ പറ്റും അവിടെ? കുറെ പേരുണ്ട് അല്ലെ? ഓൾ ഓഫ് ദം ഹേറ്റ് അല്ലെ? അപ്പൊ കുറെ ഉള്ളത് കൊണ്ട് മോർ ദാൻ 2 ആയതുകൊണ്ട് ഈച്ച് അതർ ചേർക്കോ? വൺ അനദർ ചേർക്കോ? വെരി ഗുഡ് അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇൻട്രോഗേറ്റീവ് നമുക്കറിയാം എന്താണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലെ? യൂസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഹൂ വെച്ചാണെങ്കില്, ഹൂ ആണെങ്കില് ഹൂ, ഹൂം, ഹൂസ് അല്ലെ? എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്, ഇതൊക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് ഉപയോഗിക്കാം. ഹൂ ഈസ് ദിസ് അല്ലെ? ഹൂ ഈസ് ദിസ് അല്ലെ? നമ്മൾ ആരെ റെഫർ ചെയ്യാനാണ് ഇവിടെ ഉപയോഗിച്ചത്? വ്യക്തികളെ റെഫർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഹൂ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൂ ഡിഡ് യു ഇൻവൈറ്റ് അല്ലെ? ഹൂം ഡിഡ് യു ഇൻവൈറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? ആരാണ് അല്ലെ?
നിന്നെ ക്ഷണിച്ചല്ലേ? നിന്നെ ക്ഷണിച്ചത് ആരാണ് അല്ലെ? അപ്പൊ ഹോം ഡിഡ് യു ഇൻവൈറ്റ് അല്ലെ? ഹൂസ് വെച്ചാണെങ്കിലോ? ഹൂസ് വെച്ച് ഒരു സെന്റൻസ് പറഞ്ഞേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ. Whose book is this? ഹൂസ് ബുക്ക് ഇറ്റ് ഈസ് അല്ലെ? ഇത് ആരുടെ ബുക്കാണ്? ഹൂസ് എന്ന് പറയുമ്പോൾ അവിടെ പൊസഷൻ ആണ് വരുന്നത്. പൊസഷൻ വരുന്നത്. ഇനി വാട്ട് വെച്ചോറിനെ പറഞ്ഞേ അല്ലെ? നമ്മളെപ്പോഴും ചോദിക്കണം വാട്ട് ഇസ് ദിസ് അല്ലെ? ചോദിക്കാറില്ലേ വാട്ട് ഇസ് ദിസ് അല്ലെ? വാട്ട് വെച്ച്. പിന്നെ വാട്ടൊക്കെ എന്ന് പറയുന്ന ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ് ഇതൊക്കെ എന്ത് ചെയ്യാൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ട് ഉപയോഗിക്കാറ്. ഇനി വിച്ച് ആണെങ്കിലോ? വിച്ചാണെങ്കില് ഒരു സെന്റൻസ് ഉണ്ടാക്കി വിച്ച് വെച്ചിട്ട്. എടുത്തിട്ടില്ലല്ലോ. എന്ത് എടുത്തിട്ടില്ല? റിലേറ്റീവ് അല്ലേ? റിലേറ്റീവ് പ്രോനൗൺ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. റിലേറ്റീവ് പ്രോനൗണിന്റെ കാര്യമാണോ ചോദിച്ചത്? മിസ് ഇന്ററോഗേറ്റീവ് മുമ്പ് എടുത്തില്ലെന്നാ തോന്നുന്നത്. എടുത്തിട്ടില്ല. പഠിപ്പിച്ചിട്ടുള്ളൂ. റെസിപ്രോക്കൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത് എന്നതാണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. WH വെച്ചുള്ള അല്ലെ? വെച്ചുള്ള എന്താണ് വേർഡ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലെ? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയാണ് ഏത് WH വേർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതില് ഏതൊക്കെയാണ്? ഹൂ നിങ്ങൾക്കറിയാവുന്നത്, ഹൂ, ഹൂസ്, പിന്നെ വൈ, വാട്ട്, വിച്ച്, വെൻ, വെയർ അല്ലെ? ഇങ്ങനെ പോകുന്ന WH ക്വസ്റ്റ്യൻസ്, WH വേർഡ്സുകളാണ് നമ്മള് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസില് ഉപയോഗിക്കുന്നത് അല്ലെ? ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ ഫംഗ്ഷൻ ഈസ് ടു മേക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പണി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ എന്താണ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? ഹൂ വെച്ചാണെങ്കിൽ ഹൂ ഈസ് ദിസ് അല്ലെ? ഒരു പേഴ്സണെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ കണ്ട് പരിചയമില്ലാത്ത ഒരാളെ കൂടെ കണ്ടുവെങ്കിൽ നമ്മൾ ഹൂ ഈസ് ദിസ് അല്ലെ? ഇത് ആരാണെന്ന് ചോദിക്കാം. ഇനി നേരത്തെ പറഞ്ഞു നിന്നെ ആരാണ് ക്ഷണിച്ചത് അല്ലെ? ഹൂം ഡിഡ് യു ഇൻവൈറ്റ്? നിന്നെ ആരാണ് ക്ഷണിച്ചത്? അപ്പൊ ആരെങ്കിലും ആയിരിക്കാം അല്ലെ? അപ്പൊ ആളുടെ പേര് നമുക്ക് അവിടെ കിട്ടും അല്ലെ? അപ്പൊ അതും ആര് റെഫർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്? പേഴ്സൺ അല്ലെ? പേഴ്സണെ റെഫർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹൂ ഉപയോഗിക്കുന്നത്. ഹൂസ് ആണെങ്കിലോ? ഹൂസ് ബുക്ക് ഇറ്റ് ഈസ് അല്ലെ? ഇത് ആരുടെ ബുക്കാണെന്ന് ചോദിക്കുന്നു അല്ലെ? അതാരുടെ? അപ്പൊ ഹെർ, ഹിസ്, തെയർ അല്ലെ? തെയർ, യുവർ ഇതൊക്കെ എന്താണ്? മൈൻ എന്നൊക്കെ പറയണ ഇതെല്ലാം പൊസിഷൻസ് ആണ്. ഈ പൊസിഷൻസ് എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഏതാ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാറ്? ഹൂസ് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കാറ്. ഇനി വിച്ച് ബുക്ക് ആർ യു റീഡിങ് അല്ലെ? ഒരു ഒബ്ജക്റ്റിനെ പറയാനായിട്ട് ഏതെങ്കിലും തിങ്സോ സാധനങ്ങളോ അല്ലെങ്കിൽ അനിമൽസോ ഇതൊക്കെ അതിനെല്ലാം നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിച്ച് എന്നത് ഉപയോഗിക്കാം. ഇത് വാട്ട് അറിയാം അല്ലെ? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ് അല്ലെ? അതായത് എന്തൊക്കെ? ഒരാളുടെ ഐഡിയ, ഫീലിങ്സ്,
തിങ്സ്, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാട്ട് എന്ന പ്രോനൗൺ, ഇന്ററോഗേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഇത്രേ ഉള്ളൂ എന്ത് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നിശാന മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഏതോർക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയും. കൊറേയൊക്കെ പറയൂ. കൊറേയൊക്കെ പിന്നെ മറന്നു അല്ലേ? അതെ, കൊറേ കാലായിട്ട് പഠിക്കാതിരിക്കണം. അപ്പൊ കൊറച്ചൊരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഓക്കെ വരുന്നുള്ളൂ. അത് ശരി. കൊറേ കാലായിട്ട് ഇങ്ങനെ വിട്ടു നിൽക്കണോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ കേട്ടോ എല്ലാവർക്കും അല്ലെ? അതാണ് പ്രശ്നം. അന്ന് പഠിച്ചോണ്ടിരുന്ന ടൈമില് ഗ്രാമറൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് വന്ന് തുടങ്ങുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ട്. ടച്ച് വിട്ടുപോയി. ഓക്കെ, അതൊക്കെ ശരിയായിക്കോളും. ഒന്ന് വർത്താനൊക്കെ പറയണോ ഇടക്ക് ഇംഗ്ലീഷില് മക്കളോടൊക്കെ? അപ്പൊ മക്കളെ പഠിപ്പിക്കണ്ട്. അല്ല, മക്കളൊക്കെ എത്ര വരെ എത്തി? ഒരാൾ 2nd സ്റ്റാൻഡേർഡില്, ഒരാൾക്ക് 2 വയസ്സ്. അപ്പൊ അവരൊക്കെ CBSE-യിലാണോ പഠിക്കണേ? അല്ല, കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയത്തില്. കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഉമ്മെടുത്ത് അതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് കൊച്ചിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് ചെയ്യും. അതൊക്കെ ഒന്ന് അല്ലേ? പഴയ ഓർമ്മയൊക്കെ വന്നോളൂ കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കും. ആയിക്കോട്ടെ. കൊച്ചിന് ഇംഗ്ലീഷ് ടെസ്റ്റ് പുസ്തകം ഒന്ന് വായിക്കി കിടക്ക് കേട്ടോ. അല്ല, അല്ലെങ്കിലും പാരന്റ്സിന് പണിയുണ്ട്, ഒരുപാട് പണികളുണ്ട് അവിടെ പഠിപ്പിക്കണേല്. നല്ല ബുദ്ധിമുട്ടാ. അതാണ് പാരന്റ്സ് തന്നെയാണ് മിക്ക ജോലി ചെയ്യണത് അല്ലെ, പഠിപ്പിക്കണേല്. എല്ലാതും ഹോംവർക്ക് ആയിട്ടാണ് വിടും. അപ്പൊ നമ്മള് കൂടെ ഇരുന്ന് പഠിക്കണം ആദ്യം. നമ്മൾക്ക് ഒരു പ്രാക്ടീസ് ആയില്ലേ, നമ്മൾക്ക് അറിവായില്ലേ. അപ്പൊ അത് ശരിയാണ്. പുതിയ വാക്കുകളൊക്കെ പഠിക്കാനല്ല നമുക്ക്. പഠിച്ചതൊക്കെ ഒന്നും കൂടി റിമൈൻഡ് ചെയ്തെടുക്കും ചെയ്യാ. അതെ. ഒന്നുകൂടെയൊക്കെ ഒന്ന് പഠിപ്പിക്കട്ടോ കുട്ടികളെ. ഓക്കെ. ഇനി റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ് പറയുന്നത്. റിലേറ്റീവ് ഒരു ആപേക്ഷികമായിട്ടുള്ളത്, ഒന്നിന് മറ്റൊന്നിന് അല്ലെ, മറ്റൊന്നിന് ആപേക്ഷികമായിട്ട് വരുന്ന മറ്റൊരു സംഭവം, അതാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് പ്രോനൗൺസില് നൗൺ, അപ്പൊ രണ്ട് സെന്റൻസുകളെ തമ്മില് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റിലേറ്റീവ് പ്രോനൗണിന്റെ പ്രധാന ഫങ്ഷൻ. അതോടൊപ്പം തന്നെ നൗണിനോ പ്രോനൗണിനോ പകരമായിട്ട് ആണ് ആരുപയോഗിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺസിനെ ഉപയോഗിക്കുന്നത്. ആർക്കൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നൗൺ ഓർ പ്രൊനൗൺ. നൗൺ ഓർ പ്രൊനൗൺസ് അല്ലെ. ഈ നൗണിനോ പ്രൊനൗൺസിനോ പകരമായിട്ടാണ് എന്താണ് റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുക, അതായത് അർത്ഥം മാറാതെ കണക്ട് ചെയ്യാനും നമ്മൾ ഈ റിലേറ്റീവ് പ്രോനൗണിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കുറെ വാക്കുകൾ തന്നെയാണ് റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൂ എന്നത് പേഴ്സൺ എന്നെ റെഫർ ചെയ്യാനായിട്ട്, അതും നമ്മൾ ഈ പേഴ്സണെ റെഫർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൂസ് എന്ന് പറയുന്നത് പൊസിഷൻ, ആരുടേതാണ് എന്നറിയാനായിട്ട് പൊസിഷന് ഉപയോഗിക്കുന്നു. ഇനി ദാറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ, തിങ്സ്, ആനിമൽസ്, ഇവയൊക്കെ റെഫർ ചെയ്യാൻ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. ഇവയ്ക്ക് പകരമായിട്ട് നൗണിന് പ്രോനൗണിന് പകരമായിട്ട് നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് ആണെങ്കില് തിങ്സ്, സാധനങ്ങള്, ആനിമൽസിനെയൊക്കെ നമുക്ക് വിച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യാം.
വാട്ട് എന്നുള്ളത് ഐഡിയാസും തിങ്സ് ഒക്കെയാണ് വാട്ട് ഇത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഇനി ഹൂസ് ആണെങ്കിൽ എന്താണ്, പൊസഷൻ ഉണ്ട്. അത് പേഴ്സൺ ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, റിവർ ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, ഇതെല്ലാം പൊസിഷൻസ് ആണ് ഹൂസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഹൂസ് നമ്മൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വൈ വരുന്നത് എപ്പോഴാണ്? വെൻ വരുന്നത് ടൈമിനെ സൂചിപ്പിക്കാനാണ് വെൻ വരുന്നത്. വൈ വരുന്നത് റേറ്റ് അല്ലെ, വൈ വരുന്നത് റീസണെ കാണിക്കാനാണ് നമ്മള് വൈ ഉപയോഗിക്കുന്നത്. പിന്നെ വെയർ എന്നത് യൂസ് ചെയ്യുന്നത് പ്ലേസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മള് വെയർ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? Yes, ma'am. ഓക്കെ. അപ്പോ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു പ്രശ്നം അല്ലെ. എങ്ങനെയായിരിക്കും ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്? എ ഗേൾ ate my lunch. ഇതിന്റെ അർത്ഥം എന്താ? പറയൂ. എ ഗേൾ ate my lunch എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഒരു പെൺകുട്ടി എന്റെ ലഞ്ച് കഴിച്ചു. ഒരു പെൺകുട്ടി എന്റെ ലഞ്ച് കഴിച്ചു അല്ലെ. അവൾ ഇപ്പോൾ ഉറങ്ങുകയാണ്. എങ്ങനെ പറയൂ? പറയൂ. Now she is sleeping. She is sleeping അല്ലെ. അവൾ ഉറങ്ങുകയാണ് അല്ലെ. ഈ രണ്ട് സെന്റൻസ് നമ്മള് ഉണ്ടാക്കി അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എ ഗേൾ എന്നത് വന്നുകൊണ്ട് രണ്ടാമത്തെ സെന്റൻസിൽ ഷീ ഞാൻ എന്ത് ചെയ്താണ് വേണ്ടാന്ന് വെക്കുകയാണ്. ഷീനെ കളഞ്ഞു, ആ നൗണിനെ കളഞ്ഞു അല്ലെ. അപ്പൊ ഒന്ന് വായിച്ചേ. A girl ate my lunch is sleeping. അല്ലേ. A girl ate my lunch is sleeping. അത് വായിച്ചിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നി അല്ലെ. പിന്നെ എ ഗേൾ നമുക്ക് അറിയാവുന്ന ഒരു ഗേൾ ആണെങ്കിൽ താന്ന് ചേർക്കാം കേട്ടോ. ദ ഗേൾ ചേർക്കാം. ദ ഗേൾ ate my lunch is sleeping എന്ന് പറയുന്നത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. വേണമെങ്കിൽ പറയാം നമുക്ക് എന്താണ്, എന്റെ ഭക്ഷണം എടുത്ത് കഴിച്ചവൾ ആരാണോ അവളാണോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞൂടെ നമുക്ക്? പറഞ്ഞൂടെ? അപ്പൊ അതിന് നൗണിന് ശേഷം നമുക്ക് എന്ത് ചേർക്കാം? റിലേറ്റീവ് പ്രോനൗൺ ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ പേഴ്സൺസ് ആവുമ്പോൾ നമ്മൾ ആരെ ചേർക്കാം? ഹൂ അല്ലെങ്കിൽ ഹൂം എന്ന് ചേർക്കാം. ഹൂ അല്ലെങ്കിൽ ഹൂം ചേർക്കാം. അപ്പോ ഇവിടെ എന്താ ചേർക്കേണ്ടത്? ദ ഗേൾ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ചേർക്കാനുള്ള ചാൻസ് ആരെയാണുള്ളത്? ഹൂ ചേർക്കോ, ഹൂം ചേർക്കോ, ഹൂസ് ചേർക്കോ? നിങ്ങൾ ആര് ഇവിടെ ചേർക്കും നൗൺ കഴിഞ്ഞിട്ട്? ഇവിടെ നമ്മൾ ഹൂ അല്ലെ. നമ്മളിവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ഗേൾ അല്ലെ. അപ്പൊ എ ഗേൾ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ദ ഗേൾ ചേർത്താൽ ഇവിടെ ദ ഗേൾ കഴിഞ്ഞിട്ട് നമുക്ക് ഗേൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് നമുക്ക് ആരെ ചേർക്കാം? ഹൂ എന്ന് ചേർക്കാം. ദ ഗേൾ ഹൂ ate my lunch ഇങ്ങനെ എഴുതിയില്ലെങ്കിലും ഇങ്ങനെയും എഴുതാം കേട്ടോ. Who is the girl who is sleeping ate my lunch. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. The girl who is sleeping ate my lunch അല്ലെ.
എന്റെ ഭക്ഷണം കഴിച്ച ആ പെൺകുട്ടി എവിടെ? ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? അവൾ ഉറങ്ങുകയാണ്. ഓക്കെ ആയോ? നിങ്ങൾ ഉറങ്ങിയാണോ അവിടെ ഇരുന്നുണ്ട്? ഓരോരുത്തര് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയാണോ? ആണോ? ആരും ഉറങ്ങണില്ലല്ലോ. എവിടെയാ നോക്കട്ടെ. എല്ലാരും ചിന്നുവേ, ചിന്നു. യെസ് മാം. യെസ് മാം. ഞാൻ പറഞ്ഞ ഉദാഹരണം കറക്റ്റ് ആണോന്ന് അറിയാനാണ്. കറക്റ്റാ. അല്ല എന്താ ഉറങ്ങാണോ? എന്താ കറക്റ്റാന്ന് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ ഉദാഹരണം ഇപ്പൊ കറക്റ്റ് ആണോന്ന് ചോദിക്കുമ്പോ കറക്റ്റാന്ന് പറഞ്ഞു. അപ്പൊ ഉറങ്ങിയായിരുന്നല്ലേ ചിന്നു? അല്ല ഉറങ്ങുമല്ലായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. അവളിന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കണായിരുന്നല്ലേ? പകുതിക്ക് ഇവിടെ കൂടെ അല്ലല്ല, കേക്കണുണ്ട്, ബുദ്ധിക്ക് പോണ്ടല്ലേ? ഇല്ല ഞാൻ ഉറക്കമല്ലായിരുന്നു, ഉറക്കം വരുന്നില്ലായിരുന്നു. അവിടെ വന്ന് നോക്കണം. എവിടെയാ വീട്? എന്റെ വീട് കോട്ടയം പാല എന്ന് പറയുന്ന സ്ഥലത്ത്. പാല. അയ്യോ, അവിടെ ആരാ ഉള്ളത്? പാലയില് മാണിസാറ് അല്ലേ? മാനസാർ. മാണിസാർ. അതെ. മണിമലക്കുന്ന് കോളേജ് ശരിയാണോ? അത് മണിമലക്കുന്ന് അവിടെയല്ലേ പാല? പാലായില് സെന്റ് തോമസ് കോളേജ് ഇതൊക്കെയാ അപ്പൊ ഫേമസ്. മണിമലക്കുന്ന് എവിടെയാ? മണിമലക്കുന്ന് കൂത്താട്ടൂളാണ് മണിമലക്കുന്ന്. അതെ. അല്ല, അവിടെ അടുത്തടുത്താണോ അത്? കൂത്താട്ടുകുളം അങ്ങനെ അത്ര അടുത്തല്ല. അല്ല, അടുത്താണ്. 1 മണിക്കൂറൊക്കെ ദൂരം ഉണ്ടാവും അത്. അതെയല്ലേ? ശരി. ഓക്കെ. ലെഫ്റ്റായി പോയവരൊക്കെ വരണോട്ട് ഇങ്ങോട്ട്. ഇത് ഉള്ളത് കൊണ്ടാണോ, നെറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ ലെഫ്റ്റ് ആവണത്? വിശാല എം ലെഫ്റ്റ് എന്നാണല്ലോ കാണിച്ചത്. ഓരോരുത്തർ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു വരിക. ഓരോരുത്തർ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കണ കാര്യം എന്താണ്? റിലേറ്റീവ് പ്രോണൗൺ ആയതുകൊണ്ടാണോ? സുഖമൊന്നുമില്ല അല്ലെ കേൾക്കാനായിട്ട്? അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗ്രാമർ കേൾക്കണത് ആർക്കും ഇഷ്ടമല്ല അല്ലെ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ആർക്കും. ആരാ ഒരു മെസ്സേജ് ഇട്ടല്ലോ. അതെന്താ എല്ലാവരും ലെഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യം എന്താ? കൃഷ്ണ വിനോദ് ലെഫ്റ്റ്, എല്ലാവരും ലെഫ്റ്റ് ചെയ്യണെന്താ? മാം, എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടാവാം. മഴയാണോ? അവിടെ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടോ? മഴയുണ്ട്. മഴയാണോ? ഇവിടെ മഴയാണല്ലേ? അവിടെയൊക്കെ നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഇല്ല. അപ്പൊ മഴയത്ത് എല്ലാവരും എങ്ങനെയാണ്? ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, ഒരു കട്ടൻ ചായ തിളപ്പിച്ച് പാട്ടൊക്കെ ഉറങ്ങിയിരിക്കും അല്ലെ എല്ലാവരും? സൗണ്ട് പോരെ എന്താ? മാമിന്റെ കുഴപ്പമല്ല, അവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണ്. നെറ്റ് കുഴപ്പം. അപ്പൊ നമുക്ക് ആരെ വിളിച്ച് ചീത്ത പറയണം? എടോ അമ്പാരി, എനിക്ക് ഇത്തിരി നെറ്റ് തന്നൂടെ എന്ന് ചോദിച്ചൂടെ? തുടങ്ങണില്ല. സേവാട്ടെ. മനീഷ ചന്ദ്രൻ. ഞാനെന്താ ഇന്ന് ക്ലാസ് വേണോ ഇനി ചോദിച്ചതാരാ? ആരാണ് അത് പിടിക്കാൻ? ഞാൻ വരണ്ടിട കൂടെ. ക്ലാസ്സൊക്കെ അല്ലേ, കുറച്ചു നേരം വർത്തമാനം ക്ലാസ് എടുക്കുക, കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ചു നേരം ക്ലാസ് ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ചു നേരം വർത്തമാനം പറയാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. കൊറേ ആൾക്കാര് പോയില്ലേ? വോയിസ് ക്ലിയർ അല്ല.
എന്റെ വോയിസ് ക്ലിയർ അല്ലാത്തതാണോ അല്ലെങ്കിൽ അവിടെ നെറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ? മഴ മഴ കാരണം നെറ്റ് പോയിക്കൊണ്ടിരിക്കുക. വോയിസ് ക്ലിയർ ആണ്. ഓ പാട്ട് പാടിയൊക്കെ തരാട്ടോ. എന്റെ ശബ്ദത്തിന്റെ ശബ്ദമൊക്കെ പോയി കിടക്കാണ്. ഞാൻ പറഞ്ഞില്ലേ കോൾഡ് പിടിച്ചു. അതുകൊണ്ട് ശബ്ദം പോയി. പാട്ട് പാടാം കേട്ടോ. ശബ്ദം പോയൊക്കെയാണ്. ആരാ പാടുന്നത്? മുബാർക്ക് പാടാൻ പറയുന്നു. പാടൂ. പാടൂ. ഞാൻ കേക്കട്ടെ. എന്റെ ശബ്ദത്താൽ പോയിരിക്കണം. മുബാർക്ക് പാടിക്കോളൂ. ഗ്രൂപ്പിൽ പാടാറുണ്ട് മിസ്. അതെ, അത് ശരി. അന്ന് വേഗാവട്ടെ. തൊണ്ടയിലെ കണ്ണ് പറ്റിയിരിക്കുന്നതാണ്. എന്റെ കണ്ണ്, എന്റെ ഗ്ലാസ് മാറ്റരുത്. എന്റെ കണ്ണ് അല്ലേ, കണ്ട പേടിയാവും നിങ്ങൾക്ക് അല്ലേ? പാടൂ, കമോൺ. ഞങ്ങളിവിടെ ഇങ്ങനെ കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുകയാണ്. വേഗാവട്ടെ. മിസ് എന്റെ തൊണ്ട പഴുത്ത് ചീഞ്ഞിരിക്കാണ്. എന്റെ ശിബിലി പാടും, അവനും പാടാറുണ്ട്. ആയിക്കോട്ടെ, മര്യാദക്ക് വേഗം പാടിക്കോ. മുബാർക്ക് പാടിക്കഴിഞ്ഞ ഞാൻ പാടും. മുബാർക്ക് പാടിയ ഞാൻ പാടും. പാടൂ. വേഗാവട്ടെ. അതല്ലേ മുബാർക്ക് ഈ പാടാൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാടാൻ. വേഗാവട്ടെ മുബാറക്കേ. മിസ്സേ ഞാൻ പാടിയല്ലോ കേട്ടോ, വേറെ ആള് പാടിയാ. ആരും പാടില്ലെങ്കിൽ ഞാൻ പാടുന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗാവട്ടെ. മുബാർക്ക് പാടൂ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാടാൻ. പാടാൻ മുട്ടിയിട്ട് വെച്ചാ. എന്റെ കയ്യിൽ കാറില്ല, എന്റെ കയ്യിൽ ബൈക്കില്ല, എന്റെ കൂടെ പെണ്ണില്ല, എന്റെ കയ്യിൽ പണവുമില്ല. ഓ, എന്റെ കയ്യിൽ കാറില്ല, എന്റെ കയ്യിൽ ബൈക്കില്ല, എന്റെ കൂടെ പെണ്ണില്ല, എന്റെ കയ്യിൽ ശിവിലെ പാടറാ പാടറാ പാടറാ. അപ്പൊ ഇനിയിപ്പോ കുറച്ചായിട്ട് പാടാട്ടോ. ഇനി ഞാൻ ഒന്ന് റിലേറ്റീവ് പ്രോനൗൺ എടുത്താകട്ടെ. റിലേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പാടാം കേട്ടോ. കുറച്ച് സമയം കേട്ടോ. ഓക്കെ അല്ലേ? പാടിക്കാം എല്ലാവരും കൊണ്ടോട്ടോ. ക്ലാസ് എടുക്കാം. ഓക്കെ, ഞാൻ എഴുതണം. ഈ സ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല. നോക്കട്ടെ. മാമിനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാനിന്ന് സ്ക്രീനിൽ നിന്ന് പോയാക്കേണ് ഇവിടെന്ന്. സ്ക്രീൻ വേണ്ടെന്ന് വെച്ചാക്കാണ്. എനിക്ക് വയ്യാത്തോണ്ടേ. വരണ്ടുണ്ടാവും നോക്കണം കേട്ടോ. ഷെയർ സ്ക്രീൻ കൊടുക്കണുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നു. കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോ നമ്മള് റിലേറ്റീവ് പ്രോനൗൺസ് അല്ലെ. ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാവും. ഒരു ക്ലാസ് ആകുമ്പോൾ ചിലപ്പോ എന്തുണ്ടാവും, നമ്മുടേതായിട്ടുള്ളൊരു അല്ലെ, നമ്മളെപ്പോഴും ഇങ്ങനെ ഇതല്ലേ റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചും ഓരോ ക്ലാസ്സിൽ ബോറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത് നമ്മള് ഇങ്ങനെ ചില പാട്ട് പാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനാണ് കേട്ടോ.
അപ്പൊ അതില് ആരും ഒന്നും കരുതരുത് കേട്ടോ. കേട്ടോ കുട്ടികളെ? ഓക്കെ. അപ്പൊ എല്ലാരും അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. അതൊന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഏത് റിലേറ്റീവ് പ്രോണൗൺസിന്റെ കുറെ ചെയ്ത് കഴിയുമ്പോ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? I visited my friend. I visited my friend. She was sick. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മള് എന്തുപയോഗിക്കുന്നു? റിലേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? മേഘ്ന, മേഘ്ന, മേഘ്ന കേൾക്കുന്നുണ്ടോ? ഫാത്തിമ, ഫാത്തിമ, ആർച്ച, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കണേ കേൾക്കുന്നുണ്ടോന്ന്. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട് ഷീ വാസ് സിക്ക് അല്ലെ? ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ആരെ കുറിച്ചാ പറയുന്നത്? മൈ ഫ്രണ്ട് അല്ലെ? എന്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ? എന്നിട്ട് പറയും ഷീ വാസ് സിക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇപ്പൊ വീണ്ടും നമ്മൾ ഷീ എന്ന് ആവർത്തിക്കേണ്ട കാര്യമുണ്ട് അവിടെ? ആ നൗണോ പ്രോണൗണോ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് അവിടെ വീണ്ടും? ഇല്ല അല്ലെ? അപ്പൊ എന്തെഴുതാം? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്. പകരം അവിടെ എന്ത് ചെയ്ത? ഷീഡ് അവിടെ നമുക്ക് എന്ത് ചേർക്കാം? പേഴ്സൺ ആയതുകൊണ്ട് എന്ത് ചേർക്കണം? ഞാൻ അവിടെ ഹൂ ചേർക്കാം അല്ലെ? ഹൂ വാസ് സിക്ക്. പറഞ്ഞോളൂ, പറഞ്ഞോ. സിക്കിന്റെ മീനിങ് എന്താ? എന്താണ് പോലെ? അസുഖം. എന്താണ്? കേട്ടില്ല. സിക്കിന്റെ മീനിങ് എന്താണോ ചോദിച്ചത്? മനസ്സിലായില്ലേ അത്? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട് ഹു വാസ് സിക്ക് അല്ലെ? ഞാൻ ഇത് മനസ്സിലായി തന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. കേട്ടോ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്. അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്ന നൗണ് പ്രോനൗണിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചേർത്തത്? അവിടെ ഹൂ എന്ന് നമ്മള് ചേർത്തത് അല്ലെ? ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് എന്ത് എഴുതാം? ഇതിന് വേറൊരു തരത്തിൽ നമുക്ക് എഴുതാം. അതായത് എന്തിനാണ് ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ? നമ്മൾ പറയുമ്പോൾ നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്? ഇവിടെ മൈ ഫ്രണ്ട് അല്ലെ? അപ്പൊ എന്ത് എഴുതണം? മൈ ഫ്രണ്ട്. അതിനുശേഷം നൗണിന് ശേഷം നമുക്ക് എന്ത് എഴുതാം? ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണോ കൊടുക്കേണ്ടത് ആ റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് അവിടെ കൊടുക്കാം അല്ലെ? ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത്? പേഴ്സൺ ആയതുകൊണ്ട് ഏത് കൊടുക്കണം? നമ്മള് പേഴ്സൺ ആയതുകൊണ്ട് ഏത് പ്രോനൗൺ കൊടുക്കണം? ഹൂ എന്ന പ്രോനൗൺ അല്ലെ? മൈ ഫ്രണ്ട് ഹൂ എന്ന് പറയണം. ഇനി സെക്കൻഡ് സെന്റൻസിലെ വെർബ് തുടങ്ങിയുള്ളത് വെർബ് ആൻഡ് ഒബ്ജക്റ്റീവ് ചേർത്ത് അല്ലെ? ഹൂ വാസ് സിക്ക് അല്ലെ? മൈ ഫ്രണ്ട് ഹൂ വാസ് സിക്ക്. ഐ വിസിറ്റഡ് അല്ലെ?
എന്റെ ഫ്രണ്ടിന് സുഖമില്ലാതെ കിടക്കുന്ന ആ ഫ്രണ്ടിനെ ഞാൻ എന്ത് ചെയ്തു? വിസിറ്റ് ചെയ്തു എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഒരു എക്സാമ്പിൾ തരാം. ഷീ ഈസ് മൈ aunt. She was sitting next to me. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതില് എന്താണ് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? അനന്യ, ഹണി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സാധാരണ കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? She is my aunt who was sitting next to me. അങ്ങനെ അല്ലെ? നിങ്ങൾ പോകരുത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ആന്റിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? അവൾ എന്നത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ചേർക്കാം അല്ലെ? അവൾ എന്റെ അടുത്തിരിക്കുന്നത് ആരാണോ അവളാണ് എന്റെ ആന്റി എന്നാക്കണ്ടേ? അപ്പൊ അവൾ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എന്താണ്? പേഴ്സൺ ആണ് അല്ലേ? അപ്പൊ പേഴ്സൺ ആയതുകൊണ്ട് എന്ത് ചേർക്കണം? ഹൂ ചേർക്കാം അല്ലേ? ഷീ, ഹൂ. അത് കഴിഞ്ഞിട്ട് ഈ ഷീ നമുക്ക് വേണ്ട, അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തതിന് പകരം അത് കഴിഞ്ഞിട്ട് വെർബ് മുതലുള്ള ഇത് നമുക്ക് ചേർക്കാം ബാക്കി അല്ലേ? ഷീ ഹൂ വാസ് Sitting next പറയൂ. to. സിറ്റിംഗ്. She who was sitting next to me. നെക്സ്റ്റ് ടു മീ. ഇനി നമുക്ക് ഈ ഷീ വേണോ? ഇവിടെ ഒരു ഷീ വേണോ? ഇനി വേണ്ട അല്ലെ? അതേ കൂടെ ഈസ് മൈ aunt അല്ലേ? അപ്പൊ ഒന്ന് വായിച്ചു നോക്കി. ആ ഇംഗ്ലീഷും നമ്മൾ വ്യത്യാസം ഒന്ന് പറഞ്ഞു നോക്കി അല്ലെ? നമ്മൾ നേരത്തെ എഴുതിയില്ലേ? ഷീ ഈസ് മൈ aunt who was sitting next to me എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അതിനേക്കാൾ സ്റ്റാൻഡേർഡ് അല്ലേ ഇങ്ങനെ പറയുമ്പോഴ് ഷീ who was sitting next to me is my aunt അല്ലെ? അർത്ഥം മാറാതെ തന്നെ നമ്മൾ അതിന് ഉപയോഗിച്ചു അല്ലെ? ഓക്കെ. ഇനി അടുത്തത് ഇതെനിക്ക് നൗഷിദ ആരാണ്? പറഞ്ഞു തരണോട്ടെ എനിക്ക്. പറഞ്ഞോ. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത് നൗഷിദ? മൈ ഫ്രണ്ടിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഏതാണ്? മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ട് എന്ന് ഞാൻ എഴുതി. മൈ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്? ചേർക്കണം അല്ലെ? അത് ഏത് ഞാൻ ചേർക്കണം? ഹൂ. മൈ ഫ്രണ്ട് ഹൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസിലെ വെർബ് മുതലുള്ളത് അല്ലേ? ചേർത്തോ? lives in Spain. lives in Spain. ഇനി ഫസ്റ്റ് സെന്റൻസിലെ മൈ ഫ്രണ്ട് നമുക്ക് ആവശ്യമുണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? രണ്ടാമത് വീണ്ടും ചേർക്കണ്ട അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള വെർബ് മുതൽ കൊടുത്തപ്പോ വിസിറ്റിംഗ് ഇന്ത്യ ദിസ് സൺഡേ. വിസിറ്റിംഗ് ഇന്ത്യ ദിസ് സൺഡേ. ഓക്കെ ആയോ? മനസ്സിലായോ ഇപ്പൊ?
മനസ്സിലായി? ഒരു എക്സാമ്പിൾ വേണ്ടി വരില്ലേ മനസ്സിലാവാനായിട്ട്? കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടേ? മൈ അങ്കിൾ ലിവ്സ് ഇൻ ചെന്നൈ. അതെനിക്ക് അൻവർ ഒന്ന് പറയണേ. അൻവർ, പേര് ഞാൻ മറന്നു കേട്ടാ. പിന്നെ ചെന്നൈ he is 70. ഇതെങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞേ. അഖിലില്ലേ എന്താ അവിടെ? അഖിലേ, അഖിലുണ്ടോ അവിടെ? പോയോ അഖിലേ? അഖിലില്ലേ അവിടെ? അഖിൽ. Uncle is 70 years, lives in Chennai. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ജയശ്രീ പറയൂ. ജയശ്രീ, ജയശ്രീ. മൈ അങ്കിൾ മൈ അങ്കിൾ ഈസ് 70 who lives in Chennai. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? മൈ അങ്കിൾ Chennai is 70. മൈ അങ്കിൾ കഴിഞ്ഞിട്ട് എന്താ ഞാൻ ചേർക്കേണ്ടത്? My uncle who lives in Chennai is 70. Who is 70 അല്ലേ? Who is 70? Lives in Chennai. Lives in Chennai. Okay. Okay. ഇനി ഒന്ന് ഞാൻ പറയുന്നത് ഒന്ന് പൂരിപ്പിച്ചേരട്ടെ. The school dash I studied is now closed. ഇവിടെ ഞാൻ എന്ത് ചേർക്കണം? The school dash I studied is now closed. അവിടെ എന്തിനെയാണ് കാണിക്കുന്നത്? Place. അല്ലെ, പ്ലേസ് അല്ലെ? അപ്പൊ എന്താണ് സ്കൂൾ ഇരിക്കുന്നത് അല്ലെ? ആ സ്കൂൾ വന്നുകൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്ലേസ് ആണ് കാണിക്കുന്നത് അല്ലെ? ആ പ്ലേസ് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ പ്ലേസ് ആണെങ്കിൽ എന്ത് ചേർക്കണോന്നാണ് പറഞ്ഞത്? അല്ലെ? അപ്പൊ ഞാനിവിടെ എന്ത് ചേർക്കണം? വയർ അല്ലെ? ഒന്ന് വായിച്ചു നോക്കിയപ്പോ the school where I studied is now closed. Okay ആണോ? Okay, miss. ഇവിടെ എല്ലായിടത്തും മഴ കേട്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ മഴയില്ല കേട്ടോ. മഴയില്ലേ? സെന്റൻസിന്റെ മീനിങ് എന്തായി വരും? ഏതാണ് ലാസ്റ്റ് പറഞ്ഞ സെന്റൻസിന്റെ? ഇപ്പൊ പറഞ്ഞതാണോ? അതെ. The school where I studied is now closed അല്ലെ? ആ സ്കൂള് ഞാൻ എവിടെയാണ് പഠിച്ചിരുന്ന സ്കൂള് അല്ലെ? അവിടെ ഇപ്പൊ എന്ത് ചെയ്ത്? അത് അടച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ എവിടെയാണോ പഠിച്ചത് ആ സ്കൂൾ എന്ത് ചെയ്ത്? ഇപ്പൊ പൂട്ടി. മനസ്സിലായോ? മനസ്സിലായോ? I brought a phone dash has a good camera. എന്താ ഉള്ളത് ഇവിടെ? എന്താണ് മേടിച്ചത്? ഇവിടെ ഫോൺ വാങ്ങിച്ചേക്കണം അല്ലെ? അപ്പൊ സാധനങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോൺ എന്ന് പറയുന്നത് അനിമേറ്റ് ആണ് അല്ലെ? ജീവനില്ല അതിന്. ഇൻഅനിമേറ്റ് ആണ്. എന്താണ്? ഇൻഹ്യൂമൻ ബീയിങ് ആണ്. അല്ലല്ല, ഇൻഹ്യൂമൻ
ബീയിങ് ആണ് അല്ലെ? അതായത് അത് മനുഷ്യനാണോ അത് ഈ ഫോൺ എന്ന് പറയുന്നത്? ആണോ? മനുഷ്യനല്ലാത്തതും ജീവനല്ലാത്തതുമായിട്ടുള്ള ഒരു ഇത് ഡാഷിന് മുന്നിൽ കണ്ടു കഴിഞ്ഞാല് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഒന്നുകൂടെ പറയോ? ആ, ഇപ്പോ മനുഷ്യനല്ലാത്തതും ഡാഷ് എന്നതിന് തൊട്ടു മുന്നിലായിട്ട് മനുഷ്യനല്ലാത്തതും ജീവനില്ലാത്തതുമായ വസ്തുക്കളാണ് ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഓക്കെ ആയോ? ഡാഷിന് മുന്നിൽ ഏതൊക്കെ വന്നാലാണ് വിച്ചും ദാറ്റ് ഉപയോഗിക്കേണ്ടത്? ഡാഷിന് മുന്നിൽ ഏതൊക്കെ വരുമ്പോഴാണ് മനുഷ്യനല്ലാത്തതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇപ്പോ മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പൊ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ എഴുതിയ സെന്റൻസില് ഉപയോഗിക്കാം. ഇവിടെ എന്താണ്? ഇവിടെ നോക്കിയ ഡാഷിന് മുന്നിലുള്ളത് എന്താണ്? ഡാഷിന് മുന്നിലുള്ളത് എന്താ കിടക്കുന്നത്? ഡാഷിന് മുന്നിൽ എന്താ കിടക്കുന്നത്? റോഡ് അല്ലെ? ഈ റോഡിന് ജീവനുണ്ടോ? മനുഷ്യനാണോ? അല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? ദാറ്റോ ഉപയോഗിക്കാം അല്ലെ? ഞാനിവിടെ കോമ ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ട് അല്ലെ? കോമ കഴിഞ്ഞിട്ടാണ് ഡാഷ് കാണുന്നതെങ്കിൽ എന്ത് ചേർക്കാം? ഇപ്പൊ രണ്ടെണ്ണം തന്നെയാണ്, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. ഇതിൽ ഏതെങ്കിലും ചേർക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് കോമ കഴിഞ്ഞിട്ടാണ് ഡാഷ് എങ്കില് ഈ പറയുന്ന അതേ നിയമങ്ങൾ തന്നെ പാലിച്ചുകൊണ്ട് ഇൻഅനിമേറ്റ് ആയിരിക്കണം, എന്താണ് അൺഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാല് നേരെ ചേർക്കാൻ പറ്റുന്ന ഏതായിരിക്കുള്ളൂ? വിച്ച്. ഏതാണ്? കോമ കഴിഞ്ഞിട്ടാണ് ഡാഷ് എങ്കില് അവിടെ വിച്ചും, വെറുതെ ഡാഷിന് മുന്നില് ലൗൺ ഫോം ഈ പറയുന്ന ഇൻഅനിമേറ്റോ അൺഹ്യൂമൻ ബീയിങ്ങോ ആണെങ്കില് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. കോമയും ഡാഷും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? വിച്ച്. കേട്ടോ? ഓക്കേണോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ചോദിക്കാം. സംശയമുണ്ടോ റിലേറ്റീവ് പ്രൊനൗൺസില്? ഇല്ല. അടുത്ത ക്ലാസ്സിലെ എക്സസൈസ് ചെയ്യിക്കുമ്പോ ചെയ്യുമല്ലോ. കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്യിക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഒന്ന് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം കേട്ടോ, സെന്റൻസ് മേക്കിംഗ് കേട്ടോ. ഓക്കെ. ബഷീറെ സുഖമായിട്ടിരിക്കണോ? ബഷീർ പോയോ? ഓക്കെ.
പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വെച്ചിട്ട് എന്തായാലും ഞാൻ പറയാം കേട്ടോ. ടൈം ടേബിൾ അഭിരാമി. ആരും ലെഫ്റ്റ് ആകരുത്. ഇനിയിപ്പോ ക്ലാസ് ഉള്ളതാണ്. വിച്ചെന്നാണോ പറഞ്ഞത്? എന്താണ്? കോമ വിച്ച് വരൂന്നാണോ പറഞ്ഞത്? കോമയുടെ മുന്നിലായിട്ട് ജീവനില്ലാത്തതോ അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തതോ ആയിട്ടുള്ള നൗണോ പ്രോനൗണോ വന്നു കഴിഞ്ഞാല് എന്തുപയോഗിച്ചോളൂ നിങ്ങള്? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കുക. ഇനി അതിനുശേഷം ഇപ്പൊ ഒരു കോമ തന്ന് അല്ലെ, ആ നൗണിനെയോ പ്രോനൗണിനെയോ വേർതിരിച്ചുകൊണ്ട് ഒരു കോമ തന്നിട്ടാണ് ഡാഷ് തന്നതെങ്കിൽ അവിടെ എന്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? വിച്ച് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. കേട്ടോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ ശരിക്കും മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ. അപ്പൊ ആരും എന്ത് ചെയ്ത് ട്രീസ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. എല്ലാവരും ആരും ലീവ് ചെയ്യരുത് കേട്ടോ. ഇതിൽ നിന്നും